ബ്രേക്ക്ഫാസ്റ്റായും 4 മണി പലഹാരമായിട്ടെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലം ഐറ്റമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതാണ് കുഴിപ്പനിയാരം. കുഴിപ്പനിയാരം എന്ന് പറയുന്നത് നമ്മുടെ ഇഡ്ലി മാവ് ഉണ്ടല്ലോ, ദോശമാവല്ല. ദോശമാവ് കുറച്ച് ലൂസായിരിക്കും, ഇഡ്ലി മാവ് കുറച്ച് തിക്കായിട്ടുണ്ടാവുമല്ലോ. ഇഡ്ലി മാവ് കുറച്ച് പുളിച്ച മാവാണെങ്കിൽ അത്രയും നല്ലത്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള, കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്ത് ഈ മാവിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഒഴിച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭവമാണ്. അതായത് പലഹാരമാണ്, വിഭവം എന്ന് പറയാൻ പറ്റില്ല, പലഹാരമാണ് ഇത്. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്നിലിട്ടിട്ട് 2 വരി വലിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചെറുതായി അരിഞ്ഞ് കിട്ടും. എത്രത്തോണ്ട് ചെറുതായി അരിയാൻ പറ്റുമോ അത്രത്തോണ്ട് ചെറുതായി അരിയുക. എന്നിട്ട് മാവിലിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. നന്നായിട്ട് മാവിലേക്ക് മിക്സ് ആവണം ഇത്. അത്രയേ ഉള്ളൂ. ചട്ടി ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, ചൂടാക്കുക. ഉണ്ണിയപ്പം പോലെ നമ്മൾ ഈ പനിയാരം നമ്മൾ ഓരോന്നായി ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്ത് ചൂട് ചായക്കൊപ്പം നല്ല കട്ടി തേങ്ങ ചട്നിക്കൊപ്പം കഴിച്ചു നോക്കൂ. സൂപ്പറാണ്, അടിപൊളിയാണ് ഇതെല്ലാം. ഇത് നമുക്ക് ഷുഗറുള്ള ആൾക്കാർക്കും കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. കാരണം ഷുഗറുള്ള ആൾക്കാർക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശർക്കരയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും മധുരമില്ലേ എന്നുള്ളത് കൊണ്ട് അവരാരും കഴിക്കാൻ മടി കാണിക്കുന്ന ഒരു ഇതാണ് ഉണ്ണിയപ്പം. പക്ഷേ അതേപോലെ തന്നെ ഇത് ഉപ്പും എരിവും ഒക്കെയുള്ള ഒരു നല്ല അടിപൊളി പലഹാരമാണിത്. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. അല്ല 4 മണിക്ക് മക്കൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന് ചൂട് ചായ, നല്ല കട്ടി തേങ്ങ ചട്നി, അതായത് തേങ്ങയും പൊട്ടുകടലയും ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, 2 ചുവന്നുള്ളി കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുത്ത തേങ്ങ ചട്ടണിയും ഈ കുഴിപ്പനിയാരവും നല്ല സൂപ്പർ ആവി പറക്കണ ചായയും നല്ല കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇത് ഒരുവിധം ഇവിടെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്